അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഊഷ്മള സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൂറ ഹുജറാത്തിലെ ഏതാനും വചനങ്ങളായിരുന്നു. മാനവികതയുടെയും സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങളാണ് നമ്മൾ ആ വചനത്തിൽ പഠിച്ചത്. ഇന്ന് ഖുർആൻ്റെ വളരെ വ്യത്യസ്തമായ ഒരാശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചെറിയൊരു വചനം. ആ വചനം ചെറുതാണെങ്കിലും ഒരുപാട് വ്യാഖ്യാന സാധ്യതയുള്ള, ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വചനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. സൂറ മുസമ്മിൽ സൂറത്തിലെ ചെറിയൊരു വചനം. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഖുർആൻ്റെ ഒരുപാട് ആശയങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇന്ന് ഖുർആൻ്റെ പാരായണ ശാസ്ത്രമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഖുർആൻ ഒരു ഉത്ബോധിക്കപ്പെടുന്ന, മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരാശയം, സന്മാർഗ വെളിച്ചം എന്നതോടൊപ്പം തന്നെ അതൊരു പാരായണ ഗ്രന്ഥം കൂടിയാണ്. കേവല പാരായണത്തിന് മാത്രം പുണ്യമില്ല. പാരായണവും പഠനവും ഖുർആൻ മനഃപ്പാഠമാക്കലും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അപ്പോൾ പാരായണം എങ്ങനെയായിരിക്കണം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തർത്തീൽ എന്ന് പറയുന്നത് ഖുർആൻ നിയമപ്രകാരം എന്നാൽ മനോഹരമായി കഴിയാവുന്നിടത്തോളം സാവകാശത്തിൽ ഓതണമെന്നാണ് ഖുർആൻ പറയുന്നത്. തർത്തീൽ എന്ന് പറഞ്ഞാൽ അൽ ഖിറാഅത്തു മഅ മുറാഅത്തി ഖവാനീനി തജ്വീദ്. തജ്വീദിൻ്റെ നിയമപ്രകാരം സാവകാശം ഭംഗിയായി ഓതുന്നതിനെ കുറിച്ചിട്ടാണ് തർത്തീൽ എന്ന് പറയുന്നത്. അപ്പോൾ തർത്തീൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, കഴിയാവുന്നിടത്തോളം ഭംഗിയായിട്ട് ഓതണം. രണ്ടാമത്, സാവകാശം ഓതണം. മൂന്നാമത്, അതിനൊരു കൃത്യമായ നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു സംഗീതം ശാസ്ത്രീയമായി പഠിക്കാതെ വായക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ശ്രുതിയും താളവും ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ സംഗീതത്തെ സമീപിക്കുമ്പോഴാണ് അത് കൃത്യമായി ശരിയായ സംഗീതം എന്ന് പറയാം, അല്ലേ? ശുദ്ധ സംഗീതം എന്ന് പറയാം. അല്ലാത്തതൊക്കെ അങ്ങനെ പാടുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഖുർആൻ വേഗത്തിൽ ഉരുവിടുന്ന ഒരു മന്ത്രത്തിൻ്റെ ഒരു പുസ്തകമല്ല. വളരെ സാവകാശം, വളരെ മനോഹരമായി സയ്യിനിൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ഖുർആനെ നിങ്ങൾ ശബ്ദം കൊണ്ട് മനോഹരമാക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ, ഇപ്പോൾ യേശുദാസിനെ പോലെ എല്ലാവർക്കും മനോഹരമായിട്ട് പാടാൻ കഴിയണമെന്നില്ലല്ലോ. അതുപോലെ എല്ലാവർക്കും നല്ല ശബ്ദഭംഗി ദൈവം കൊടുക്കണമെന്നില്ല. പക്ഷേ ഉള്ളതിനെ കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ അവരവർക്കാവുന്ന രീതിയിൽ ഭക്തിയിൽ, ലയത്തിൽ, നിയമപ്രകാരം ഓതണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഭംഗിയായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരെ വളരെ ഇഷ്ടമായിരുന്നു. അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പ്രവാചകൻ ഓദിക്കാറുണ്ടായിരുന്നു. അബൂ മുസൽ അശ്ശരിയെ പോലുള്ള പ്രമുഖരായിട്ടുള്ള സഹാബികൾ. അദ്ദേഹത്തിൻ്റെ പാരായണത്തെക്കുറിച്ച് പറയുന്നത് ദാവൂദ് നബിയുടെ പുല്ലാങ്കുഴൽ വായന പോലെ മനോഹരാണെന്നാണ്.
ദാവൂദ് നബി നല്ല സംഗീതജ്ഞനായിരുന്നു. പുല്ലാങ്കുഴലൊക്കെ വളരെ മനോഹരമായി വായിക്കുന്ന ആളായിരുന്നു. അത്രയും മനോഹരമാണെന്ന് പ്രവാചകൻ പറയുകയും ആ ഓത്ത് കേട്ടിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നന്നായി പഠിച്ചവർ തന്നെ ശീലിച്ച് വന്നതിൻ്റെ പേരിൽ ഒരുപാട് തെറ്റുകളും പിഴവുകളും വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിരന്തരം ഫാത്തിഹ സൂറത്ത് ഒരു വിശ്വാസി നിർബന്ധമായിട്ടും 17 തവണ ഓതേണ്ടതുണ്ട്. നിസ്കാരത്തിൽ എപ്പോഴും പാരായണം ചെയ്യുന്നൊരു അധ്യായമാണ് ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ എന്നാണ് ഫാത്തിഹയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഫാത്തിഹ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിഴവുകൾ പലപ്പോഴും വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഫാത്തിഹയിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അഊദു തന്നെ തുടങ്ങാം. അഊദു ഫാത്തിഹയുടെ ഭാഗമല്ലെങ്കിൽ അത് ആദ്യമായി ചെല്ലുന്നത് പുണ്യമുണ്ട്. അപ്പോൾ അഊദു എന്ന് പറയേണ്ടടുത്ത് അഊദു എന്ന് പറയുന്നവരുണ്ട്, അഊസു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അഊദു എന്നാണ് പറയേണ്ടത്. ഓരോ പ്രൊണൗൺസിയേഷനും ഓരോ ഡെലിവറിയും ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ സിഫാത്തുകൾ മാറ്റമാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ സെഡും സായും ഒന്നാണെങ്കിലും ചെറിയ വ്യത്യാസമുള്ളതുപോലെ സ രണ്ടും മാറ്റമുണ്ട്. അതുപോലെ ചില ആൾ അഊദു എന്ന് ഓതുന്നതിന് പകരം അഊദു എന്ന് പറയും. ഒന്ന് ആയാണ്, ഒന്ന് എ ആണ്. എ എന്ന അക്ഷരം അറബിയിലേ ഉള്ളൂ, മലയാളത്തിലില്ല. അപ്പോൾ അത്തരം അക്ഷരങ്ങൾ കൃത്യമായി പാലിക്കുമ്പോഴേ അതിൻ്റെ പുണ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ ത എന്ന അക്ഷരം ഇപ്പം മലയാളത്തിൽ ത്വാ എന്ന രീതിയിലല്ല അത് ഉച്ചരിക്കേണ്ടത്. ശൈത്വാനിർ റജീം എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇനി ബിസ്മിയിലേക്ക് വന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ഹ ആണ്, റഹ്മാൻ എന്ന് പറയുമ്പോൾ ഹ അല്ല ഹ ആണ്. അപ്പോൾ റഹ്മാൻ തന്നെ പറയണം. റഹ്മാൻ, റഹ്മാനിർ റഹീം. ഹീം നോതരുത്, ഹീം നോതണം. അതുപോലെ തന്നെ വഖഫ് ചെയ്യുമ്പോൾ കുറച്ച് ദീർഘമുണ്ടാകണം. റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തെറ്റാണ്. അപ്പോൾ അത് കൃത്യമായി അതിനൊരു ശാസ്ത്രമുണ്ട്, പാരായണ ശാസ്ത്രം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം റാ ആണ്. അറബിയിലെ റാ ഇനി മലയാളത്തിൽ പോലെ എന്ന പ്രയോഗമല്ല, ഴായും അല്ല റാവും അല്ല, ഹിറ. ബിസ്മില്ലാഹിർ റ, അതാണ് അതിൻ്റെ കൃത്യമായ പ്രൊണൗൺസിയേഷൻ. ഇങ്ങനെ പലരും വിശ്വാസികൾ ഓതാൻ അറിയാമെങ്കിലും ഫാത്തിഹ കാണാതെ തന്നെ അറിയാം. പക്ഷേ അത് നിയമപ്രകാരം ഓതുന്നതിൽ വളരെ അനാസ്ഥ കാണിക്കുന്നുണ്ട്. ഇലാഹുൽ മുഫീദ് എന്നൊരു ഗ്രന്ഥമുണ്ട്, ഖുർആൻ പാരായണ ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വമിമ്മ യുസിഫുന ജിദ്ദൻ, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്ന കസീറം മിനന്നാസില്യവും, ഇന്നത്തെ പലരും, ഹത്തൽ ഖുത്തബ, ഇന്നത്തെ കാലത്തെ പലരും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അടക്കം എന്ന് പറഞ്ഞത്, പള്ളികളിൽ ഇമാമ് നിൽക്കുന്ന, ഖത്തീബ് നിൽക്കുന്ന പണ്ഡിതന്മാരടക്കം, നാലു ഷഹാദത്തൻ ആലിയ ഫി ഫുനൂനിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഇസ്ലാമിൻ്റെ ജ്ഞാനശാഖകളിൽ അവർക്ക് ഒരുപാട് ബിരുദങ്ങളുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ വഹും അൽ മഖ്സൂറൂന ഫി അദാഇ ഹാദൽ വാജിബ്, ഈ ഖുർആൻ ഭംഗിയായിട്ട് പാരായണം ചെയ്യുക എന്ന വിഷയത്തിൽ അവർ അനാസ്ഥ കാണിക്കുന്നവരാണ്, അശ്രദ്ധ കാണിക്കുന്നവരാണ് എന്ന്. അപ്പോൾ ഹാഇൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സ്വാ എന്ന അക്ഷരം. സ്വാ എന്ന അക്ഷരം സാ അല്ല, സാ എന്ന അക്ഷരം വേറെയുണ്ട് അറബിയിൽ. ഇത് സ്വാ എന്ന് പറയുമ്പോൾ സ്വീകരിക്കുക എന്ന രീതിയിൽ വരരുത്. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്ത എന്ന് കുറച്ചുകൂടി ആൾ വളച്ച് തിരിച്ച് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സീന് വേറെ, സ്വാദ് വേറെ, സാ വേറെ, ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് കൃത്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മളിപ്പോൾ ഒരു തെറ്റ് പറ്റുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയോഗം തെറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാറുണ്ട്. നമുക്ക് തന്നെ ഒരു അറിവുള്ളവർ അത് മോശമായിട്ട് കാണാറുമുണ്ട്.
ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന് പറയുമ്പോൾ അത് മലയാളീകരിച്ചിട്ടുള്ള പ്രയോഗമാണ്. അതുകൊണ്ടാണ് അരിബിൽ ഖുർആന എന്ന് പറഞ്ഞത്. ഖുർആൻ അറബിയിൽ തന്നെ പാരായണം ചെയ്യണം. ഇപ്പോൾ ഒരു യൂറോപ്യനോ അമേരിക്കനൊക്കെ സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. അല്ലാതെ മലയാള ശൈലിയിൽ ഹിന്ദി ശൈലിയിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്രകാരം തന്നെയാണത്. ഇപ്പോൾ മലയാളീകരിച്ചിട്ട് ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോണും അതിൻ്റെ രീതിയൊക്കെ നേരെ മാറിയിട്ടുണ്ട്. അതൊരു നാടൻ പാട്ടിൻ്റെ രീതിയിലേക്കൊക്കെ പോകും. തജ്വീദിൻ്റെ നിയമപ്രകാരം ഖുർആൻ ഓതുമ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പോൾ അള്ളാഹ് എന്ന് പറയുമ്പോൾ ഉള്ള ലാവും വാ വേറെ അള്ളാ വേറെ ലാ വേറെ മൂന്നും ഞാൻ പറയുമ്പോൾ അതിനെപ്പറ്റി വേർതിരിച്ച് മനസ്സിലാക്കാത്തവർക്ക് ഒരുപോലെ തോന്നിപ്പോവും. ഇപ്പോൾ വലദ്ദോ എന്നാണ് പറയേണ്ടത്, വലല്ലാ എന്ന് പറയരുത്, അള്ളാന്ന് പറയരുത്. അത് ജലാലത്തിൻ്റെ ലാമാണ്. അപ്പോൾ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യം അല്ലാ ഈ രീതിയിലായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ ഒരുപാട് അനാസ്ഥ കാണിക്കുന്നവരാണ്. ഇപ്പോൾ ഖുർആൻ സാവകാശോദനം പലപ്പോഴും ഇന്ന് രാത്രി പ്രാർത്ഥനകളിൽ തറാവീഹിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ സാധാരണക്കാരൊക്കെ പള്ളിയിൽ പോകുക ഏറ്റവും വേഗത്തിൽ ഓതിയിട്ട് തീർക്കുന്നവരെടുത്താണ്. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചില ആളുകൾ നിസ്കരിക്കുന്നു, തോന്നുമ്പോൾ സല്ലി എന്ന് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. അതാണ് ഭംഗി. ഇത് തലമുറേൻ്റെ കടം വീട്ടുക എന്ന് പറഞ്ഞ പോലെ ആർക്കോ വേണ്ടിയിട്ട് അല്ലാഹുമ്മ സല്ലി എന്ന് പറയും. അപ്രകാരം ഖുർആൻ ഓതുമ്പോൾ സമയമെടുത്ത് ധാരാളം പാരായണം ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ തജ്വീദ്. അപ്പോൾ തജ്വീദിൻ്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ഖുർആൻ പഠിച്ചതുകൊണ്ടോ മനഃപ്പാഠമാക്കിയതുകൊണ്ടോ പ്രയോജനമില്ലാന്ന് മാത്രമല്ല, അത് വിപരീത ഫലമാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഫാത്തിഹ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എത്രയോ സൂറത്തുകളുണ്ട്. ആ സൂറത്തിലൊക്കെ പലരും പല പിഴവുകളും വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് ഖുർആൻ ഈ സൂറ മുസമ്മിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. സഹാബികളായ ഒരുപാട് ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വലിയ പ്രതിഭയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനും അത് മനോഹരമായി പാരായണം ചെയ്യുന്നതിനുള്ള ഹാഫിളുകൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. കാരണം ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കു കൂടി അതൊരു ഇമ്പമാണ്, സമാധാനമാണ്, സാന്ത്വനമാണ്. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ ഉമർ. ഖലീഫ ഉമർ ശരിക്കൊരു ഇസ്ലാം മതം വിശ്വസിക്കുന്നത് തന്നെ ഒരു അത്ഭുതകരമായ അനുഭവം കൊണ്ടായിരുന്നു. പെങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകനെ വധിക്കാൻ വേണ്ടിയിട്ട് വാളെടുത്തിട്ട് പോയ ആളാണ് ഖലീഫ ഉമർ. അപ്പോൾ പോകുന്ന വഴിയിൽ ആരോ പറഞ്ഞു, നിങ്ങളെ പെങ്ങളെ ആദ്യം നന്നാക്ക്, പെങ്ങൾ മതം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ത്വാഹ സൂറത്ത് മനോഹരമായിട്ട് പാരായണം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വശ്യതയിൽ ഒന്ന് ശബ്ദനായി നിൽക്കുകയും അതിലിങ്ങനെ ലയിച്ച് ഇരിക്കുകയും ചെയ്തിട്ട് ഖലീഫ ഉമർ പറയുന്നത്, കൊല്ലാൻ വന്ന ഖലീഫ ഉമർ പറയുന്നത്, ഫാത്തിമ, പെങ്ങളുടെ പേര് ഫാത്തിമയാണ്, ഫാത്തിമ എനിക്ക് ആ ഖുർആനൊന്ന് കേൾക്കണം, എനിക്കൊന്ന് വായിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പാരായണത്തിൻ്റെ ഒരു മാധുര്യം അതാണ്. ഇപ്പോൾ ബാങ്ക് ആണെങ്കിലും നമുക്കറിയാലോ, മനോഹരമായിട്ട് ബാങ്ക് കൊടുക്കുന്ന നമ്മുടെ പ്രദേശത്തൊക്കെ അത്രയും സജീവമല്ലെങ്കിൽ അറബ് നാടുകളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മനോഹാരിതയിൽ നമ്മൾ കേട്ടിരുന്നു പോകും. മക്കയിലും മദീനയിലൊക്കെ ഉള്ള ബാങ്ക്. അപ്പോൾ ബാങ്കായാലും ഖുർആനായാലും അത് ശാസ്ത്രീയമായി മനോഹരമായി നല്ല ലയത്തോടുകൂടി അർത്ഥമറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് മാധുര്യമുണ്ട്, അതിന് ധന്യതയുണ്ട്. അത്തരം മനോഹരമായി പാരായണം ചെയ്യാൻ, സാവകാശം നിയമപ്രകാരം പാരായണം ചെയ്യാൻ നമുക്ക് പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.